മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഒരു ദിവ്യ താരകം മഹത്വത്തിൽ നിന്ന് മലിമസമായ കാലിത്തൊഴുത്തിലേക്ക് ആഗതനായതിന്റെ പുണ്യസ്മരണകളുമായി മറ്റൊരു ക്രിസ്മസ് കൂടി സമാഗതമായിരിക്കുകയാണ്. വെൺചിറകുകൾ വീശി മാലാഖമാരും കാഴ്ചകളേന്തി രാജാക്കന്മാരും ആ തിരുപ്പിറവിക്ക് സാക്ഷികളായി. ആട്ടിടയർ ഒന്നു ചേർന്ന് ദേവസംഗീതത്തിന് നിറം ചാർത്തി. ഫെയറി ലൈറ്റ്സ് കനകപ്രഭ ചൊരിയുന്ന ദിവ്യ താരകത്തിൽ നിന്ന് കൈതിരി നാളമേന്തിയ ഞങ്ങൾ ചെറുവിളക്കുകളുമായി പ്രഭ ചൊരിയുന്ന ഒരു കത്തോലിക്ക പള്ളിയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് ഒരുക്കുന്ന കലാപ്രകടനങ്ങളാണ് ഫെയറി ലൈറ്റ്സ്. നാഥന്റെ ദിവ്യപ്രഭയുടെ വാഹകരാകുവാൻ എരിയുന്ന നക്ഷത്രങ്ങളാകാൻ ഞങ്ങളാൽ ആകും വിധം എളിയ ശ്രമങ്ങൾ. ഏവർക്കും ഫെയറി ലൈറ്റ്സിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാലിത്തൊഴുത്തിലെ സംഗീതത്തിനായി നമുക്ക് കാതോർക്കാം. പിന്നിൽ നിന്ന് മണ്ണിലിറങ്ങിയ ആ ദിവ്യപ്രഭയിൽ ഒന്നായി ഒരു മനസ്സോടെ. വെൽക്കം ടു ഫെയറി ലൈറ്റ്സ് 2020. ഗുരുവാകണം തുണയായി നീ തണലാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. അച്ഛനായും ദൂരെയും ചാരെയും കൂട്ടാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. ഗുണവാരിധേ നീ ഗുരുവാകണം തുണയായി നീ തണലാകണം.
സ്നേഹം നിറഞ്ഞവരെ, കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും കൊറോണ കാലഘട്ടത്തിനിടയ്ക്ക് സന്തോഷവും പ്രത്യാശയും നൽകുന്ന മറ്റൊരു ക്രിസ്മസ് കൂടി വരവായിരിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. എൻ്റെ ഇടവക കുടുംബത്തിലെ അപ്പച്ചന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്. എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ എല്ലാ നന്മയും നേരുകയാണ്. എല്ലാവർക്കും സന്തോഷമെന്ന് കരുതുന്നു. എല്ലാവരെയൊക്കെ നേരിട്ട് കണ്ട് കരോളൊക്കെ ആയിട്ട് വന്ന് ക്രിസ്മസിൻ്റെ ആശംസകളൊക്കെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് തീർത്തും സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് കാർഡും കേക്കും ഒക്കെ തന്ന് ക്രിസ്മസ് ആശംസകൾ അങ്ങനെ അറിയിച്ചു തീർന്നു പോയത്. നമ്മൾ ക്രിസ്മസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ദൈവം മനുഷ്യനായി തീരാൻ മാത്രം താഴ്ന്നു കൊടുത്തു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ പാഠം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മുൻപാകെ ചെറുതായിട്ടൊന്ന് താഴ്ന്നു കൊടുക്കുന്നവരായി മാറുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലും നമ്മളുടെ മറ്റ് ജോലിയുടെ ബന്ധങ്ങളിലൊക്കെ എല്ലാ ഉദ്യോഗസ്ഥപരമായ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവർക്ക് മുമ്പാകെ ഒന്ന് താഴ്ന്നു കൊടുക്കാനുള്ള ഒരു മനോഭാവം സ്വന്തമാക്കുമെങ്കിൽ ഒത്തിരി സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങളിലും തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ താഴ്മയുടെ മനോഭാവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് എല്ലാവരെയും ഒരുമിച്ചിരുത്തി സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, സ്നേഹത്തോടെ ഒത്തൊരുമിച്ചുള്ളൊരു ക്രിസ്മസ് ആഘോഷം സാധിക്കുന്ന രീതിയിൽ നമുക്ക് നടത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സ്വർഗം താളത്തിൽ താരങ്ങൾ ഏറ്റിട്ടു പാടുന്നു, സ്വർഗമീ ഭൂവിലത്രേ. മാനത്തെ അമ്പിളി മാമനും ചൊല്ലുന്നു, ഭൂമിയതത്രേ സ്വർഗം. താളത്തിൽ താരങ്ങൾ ഏറ്റിട്ടു പാടുന്നു, സ്വർഗമീ ഭൂവിലത്രേ. നന്മ നിറഞ്ഞ മനസ്സുകളും കാരുണ്യമൂലം കരങ്ങളുമായി നാം ഒന്നു ചേരുമ്പോൾ, നന്മയിൽ വാഴുമ്പോൾ സ്വർഗം ഭൂവിലല്ലേ. സ്വർഗം താളത്തിൽ താരങ്ങൾ ഏറ്റിട്ടു പാടുന്നു, സ്വർഗമീ ഭൂവിലത്രേ. അമ്മയും ചേട്ടനും ചേച്ചിയും കൂടുന്ന കൂട്ടുകുടുംബം, അപ്പുറം ഇപ്പുറം ചുറ്റുവട്ടത്തുള്ളോരെല്ലാരും ചേരും സമൂഹം. ദൈവം സ്നേഹമല്ലേ, സ്നേഹം നമ്മിലല്ലേ. ദൈവം സ്നേഹമല്ലേ, സ്നേഹം നമ്മിലല്ലേ. നാം ഒന്നു ചേരുമ്പോൾ, നന്മയിൽ വാഴുമ്പോൾ സ്വർഗം നമ്മിലല്ലേ. ഓ സ്വർഗം താളത്തിൽ താരങ്ങൾ ഏറ്റിട്ടു പാടുന്നു, സ്വർഗമീ ഭൂവിലത്രേ.
ചാറ്റിങ്ങും ഷെയറിങ്ങും നല്ലതു തന്നെ, എന്നാലും കൺമുൻപിൽ കാണുന്ന സോദരനോടുള്ള സൗഹൃദമല്ലേ പ്രധാനം. ദൈവം സ്നേഹമല്ലേ, സ്നേഹം നമ്മിലല്ലേ, ദൈവം സ്നേഹമല്ലേ, സ്നേഹം നമ്മിലല്ലേ. നാം ഒന്നു ചേരുമ്പോൾ നന്മയിൽ വാഴുമ്പോൾ സ്വർഗം നമ്മിലല്ലേ. ഓ മാനത്തെ അമ്പിളി മാമനും ചൊല്ലുന്നു ഭൂമി അതത്രേ സ്വർഗം. താളത്തിൽ താരങ്ങൾ ഏറ്റേറ്റു പാടുന്നു സ്വർഗമീ ഭൂവിലത്രേ. വിശക്കും വയറും ഒഴിഞ്ഞ കരങ്ങളും ഒട്ടേറെ നമുക്കു ചുറ്റും. ഉള്ളതു പങ്കിടാം, തോളോടു ചേർത്തിടാം, നമ്മളെല്ലാരും ഒന്നല്ലേ. ദൈവം സ്നേഹമല്ലേ, സ്നേഹം നമ്മിലല്ലേ, ദൈവം സ്നേഹമല്ലേ, സ്നേഹം നമ്മിലല്ലേ. നാം ഒന്നു ചേരുമ്പോൾ നന്മയിൽ വാഴുമ്പോൾ സ്വർഗം നമ്മിലല്ലേ. ഓ മാനത്തെ അമ്പിളി മാമനും ചൊല്ലുന്നു ഭൂമി അതത്രേ സ്വർഗം. താളത്തിൽ താരങ്ങൾ ഏറ്റേറ്റു പാടുന്നു സ്വർഗമീ ഭൂവിലത്രേ. കുറ്റങ്ങൾ ചെയ്തിടാം, തെറ്റുകൾ വന്നിടാം, നാമെല്ലാം മാനവരല്ലേ. ക്ഷമിക്കാം, സഹിക്കാം, പൊറുക്കാം, മറക്കാം, സ്വർഗത്തിലേക്കു ചരിക്കാം. ദൈവം സ്നേഹമല്ലേ, സ്നേഹം നമ്മിലല്ലേ, ദൈവം സ്നേഹമല്ലേ, സ്നേഹം നമ്മിലല്ലേ. നാം ഒന്നു ചേരുമ്പോൾ നന്മയിൽ വാഴുമ്പോൾ സ്വർഗം നമ്മിലല്ലേ. ഓ മാനത്തെ അമ്പിളി മാമനും ചൊല്ലുന്നു ഭൂമി അതത്രേ സ്വർഗം. താളത്തിൽ താരങ്ങൾ ഏറ്റേറ്റു പാടുന്നു സ്വർഗമീ ഭൂവിലത്രേ. നന്മ നിറഞ്ഞ മനസ്സുകളും കാരുണ്യമൂലും കരങ്ങളുമായി നാം ഒന്നു ചേരുമ്പോൾ നന്മയിൽ വാഴുമ്പോൾ സ്വർഗം ഭൂവിലല്ലേ. ഓ മാനത്തെ അമ്പിളി മാമനും ചൊല്ലുന്നു ഭൂമി അതത്രേ സ്വർഗം. താളത്തിൽ താരങ്ങൾ ഏറ്റേറ്റു പാടുന്നു സ്വർഗമീ ഭൂവിലത്രേ. ലാ 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 ലാ.
ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. ഒരു ചെറിയ ക്രിസ്മസ് സന്ദേശവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏഷ്യ പ്രവാചകനും ജെറേമിയ പ്രവാചകനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ദൈവപുത്രന്റെ രാജാതിരാജന്റെ ജനനം സംഭവിച്ചത് മാളികയിലോ മഹാസൗധത്തിലോ ആയിരുന്നില്ല, മറിച്ച് കന്നുകാലികളുടെ ഒരു കാലിത്തൊഴുത്തിലാണ്. നമ്മുടെ എല്ലാ വീടുകളിൽ നിർമ്മിക്കുന്ന പുൽക്കൂടിന്റെ ദൃഢതയോ ഭംഗിയോ ഇല്ലാത്ത ഒരു കാലിത്തൊഴുത്ത്. ഇതിലൂടെ ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്: എളിമയുള്ളവരായിരിക്കുക. തോമസ് മെർത്തോൺ പറഞ്ഞതുപോലെ, അഹങ്കാരം നമ്മെ കൃത്രിമമാക്കുന്നുവെങ്കിൽ എളിമ നമ്മളെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു. ഈ സന്ദേശം ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് സന്തോഷത്തോടെയും സുരക്ഷിതത്വത്തോടെയും ആഘോഷിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഡിസംബർ ഇതാ വീണ്ടും എത്തി. ശാന്തിയുടെ സമാധാനത്തിന്റെ സന്ദേശവുമായി ക്രിസ്മസും. ഇവിടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു കഥയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ക്രിസ്മസ് റോസ്. യൂറോപ്പിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇടയ ബാലികയുണ്ടായിരുന്നു. മെഡൽ. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു അവൾ. പതിവ് പോലെ അവൾ ആടുകളെ മേയ്ക്കാനായി മഞ്ഞു മൂടിയ ആ ക്രിസ്മസ് ദിനത്തിലും പാടത്തെത്തി. അപ്പോൾ അതാ അവളുടെ കൂട്ടുകാർ തുള്ളിച്ചാടി ദേവാലയത്തിലേക്ക് പോകുന്നു. കയ്യിൽ നിറയെ സമ്മാനങ്ങൾ, മിഠായി, തേൻ, പഴങ്ങൾ, അങ്ങനെ. മെഡലിന്റെ ആ കുഞ്ഞു മനസ്സ് വെല്ലമിച്ചു. തന്റെ പക്കൽ ഉണ്ണീശോയ്ക്ക് സമ്മാനിക്കാൻ ഒന്നുമില്ലല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത്ഭുതം! അവളുടെ മുമ്പിൽ ഒരു മാലാഹ പ്രത്യക്ഷപ്പെട്ടു. മാലാഹ തന്റെ ദിവ്യശക്തി കൊണ്ട് പാടത്തെ മഞ്ഞ് മുഴുവൻ ഒരുക്കി. അവിടെ മുഴുവൻ ഇളം ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ നിറച്ചു. അവൾക്ക് സന്തോഷമായി. അവൾ ആവോളം പൂക്കൾ പറിച്ച് ഉണ്ണീശോയുടെ അടുത്തേക്ക് ഓടി. താങ്ക് യു. സർവലോകർക്കും നന്മയകും കാരുണ്യമ പ്രിയേലിന്റെ മാരിലൊരാരോമലുണ്ണി പിറന്നല്ലോ. ഒന്നിലാരകൾ പുഞ്ചിരി തൂകി ഫ്ലോറിയ വാനങ്ങൾ പാടി. അവൻ വള്ളിക്കെട്ടയാണിഞ്ഞിട്ട് കണ്ണൻ ചെമ്മി തുറന്നിട്ട് കുഞ്ഞുകാലിട്ടടിക്കുകയാ. എന്നിലാഘോഷം ഉണരുകയാ. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പിന്നിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി. എന്നും ആഘോഷം ഉണരുകയായി. Let the dancing begin. Well, I didn't see that coming. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി
കുഞ്ഞായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ പിന്നിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ ക്ലോറിയ നാളങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എങ്ങും ആഘോഷമുണരുകയാ മനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചു. മോളെ ഉണ്ണീശോ ഇപ്പഴല്ല വെക്കണ്ടേ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് ഏറ്റവും അവസാനമാണ് ഉണ്ണീശോയെ വെക്കണേ. ഇന്നെന്റെ കുഞ്ഞിന് വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞു തരാം. ഉണ്ണീശോയുടെ കഥ. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെറോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ഉണ്ണീശോയുടെ മമ്മയുടെ പേര് എന്താന്നറിയോ? അപ്പയുടെ പേരോ? ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്, ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമ്മേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്തു ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. എന്നിട്ട് മാതാവ് ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ
രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണീശോയെ ആദ്യം കണ്ടത്. പൗരസ്ത്യ ദേശത്ത് നിന്നു വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്ന് നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കുന്തിരിക്കം കാഴ്ച കൊണ്ടുവന്നു, മീറയും സ്വർണ്ണവും കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാതനായി രാജാതിരാജനിന്ന് ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ, ശാന്തരാത്രിയിൽ ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന്. പുലരിമഞ്ഞുപോലെ പവിഴകാന്തിയോടെ അഴക് ചാത്തി വന്നുദിച്ച ദിവ്യതാരമേ, ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ.
ജാതനായ ദിവ്യസൂനുവേ നന്മതൻ വിത്തുകൾ പാരിതിൽ വിതച്ചിടാൻ താഴ്മയോടെ പുൽക്കുടലിൽ ഉണ്ണി പിറന്നു. മാലാഖവൃന്ദങ്ങളും സ്വർഗീയ സൈന്യങ്ങളും നിന്നാമിന്നികളും നാദന്നു സ്തുതി പാടുന്നു. ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ ശാന്തരാ. ഈശോ ഒരു കുഞ്ഞു ആവയായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. അതിനാണ് നമ്മൾ ഈ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ മോമിയോന്ന് ഈശോയെ വെച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏശയ്യ 56 അധ്യായം. കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഉണ്ണീശോ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന രാത്രി. അന്ന് പൊന്നും മീറയും കുന്തിരിക്കവുമായി ഈശോയെ കാണുവാനെത്തിയത് 3 രാജാക്കന്മാരാണ്. അന്ന് അവർക്ക് വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കും ഒരു തീരുമാനമെടുക്കാം. മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയാവുന്ന ഒരു നക്ഷത്രമായി ഞാൻ മാറുമെന്ന്. ആ സഹിഷ്ണുതയും സ്ത്രീപീഡനവും അഴിമതിയും അധാർമികതയും മനുഷ്യത്വരാഹിത്യവുമൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ചില മനുഷ്യരെങ്കിലും പ്രകാശ ഗോപുരങ്ങളായി അവശേഷിച്ചില്ലെങ്കിൽ മാനവികതയുടെ പ്രകാശം നമ്മൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, ദൈവമായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ലൂക്ക 2:11.
56 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ രക്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കുന്നു. അവിടുന്ന് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിക്കും. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കും. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടും. വലിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരണം അനുസരിച്ചുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. ധരിക്കട്ടെ. ഉണ്ണീശോയുടെ ജനനത്തിന് ശേഷം മാലാഖ വൃന്ദങ്ങൾ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ് ആൻഡ് ഓൺ എർത്ത് പീസ് ടു ദ പീപ്പിൾ ഓഫ് ഗുഡ് വിൽ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്കെന്നും നല്ല മനസ്സിന് ഉള്ളവരായിരിക്കാം. സമാധാനം കൂടെ വന്നുകൊള്ളും. ബ്രിട്ടീഷ് അമേരിക്കൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനായ ബോബ് ഹോപ്പിൻ്റെ ഒരു വാചകം ഓർമ്മയിൽ വരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന ആശയം പ്രാചീനമായാലും ആധുനികമായാലും വളരെ ലളിതമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക. അങ്ങനെയെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് ക്രിസ്മസ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങാം, അല്ലേ? മെറി ക്രിസ്മസ്. हृदय दे समस्त प्राण दे तन मन धन दे ताकु स्तुति कर, तन मन धन दे ताकु स्तुति कर। समस्त हृदय दे समस्त प्राण दे तन मन धन दे ताकु स्तुति कर, तन मन धन दे ताकु स्तुति कर। बोलो जे यीशु जे, बोलो जे यीशु जे, बोलो जे यीशु जे, बोलो जे यीशु जे। समस्त हृदय दे समस्त प्राण दे तन मन धन दे ताकु स्तुति कर, तन मन धन दे ताकु स्तुति कर। यीशु आमर महापराक्रमी से जे प्रभु आमर। ए सकल सृष्टि देख केड़े सुंदर गढ़िले आमकु देई रूप तांकर। बोलो जे यीशु जे, बोलो जे यीशु जे, बोलो जे यीशु जे, बोलो जे यीशु जे। समस्त हृदय दे समस्त प्राण दे तन मन धन दे ताकु स्तुति कर, तन मन धन दे ताकु स्तुति कर।
যিশু যে বলো যে যিশু যে বলো যে যিশু যে সমস্ত হৃদয় দেই সমস্ত প্রাণ দেই তন মন ধন দেই তাকু স্তুতি কর তন মন ধন দেই তাকু স্তুতি কর সমস্ত হৃদয় দেই সমস্ত প্রাণ দেই তন মন ধন দেই তাকু স্তুতি কর তন মন ধন দেই তাকু স্তুতি কর বলো যে যিশু যে বলো যে যিশু যে বলো যে যিশু যে যিশু যে বলো যে യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ഇമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിൽ എല്ലാരും. കണ്ണോട് കണ്ണായി കാണാൻ നാമത്തെ പുണ്യാഹം പോലെ എന്നും ഉള്ളിൽ കാത്തിടാം. എന്നും ക്രിസ്മസിനാനന്ദം തിങ്കളായി എന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടാം. എന്നും ക്രിസ്മസിനാനന്ദം തിങ്കളായി എന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടാം. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമുക്ക് ഉണ്ണീശ്വരനെ ഹൃദയത്തിൽ സ്വീകരിക്കാം. പ്രിയപ്പെട്ട കൂട്ടരെ, ഈ ഫെയർ ലൈറ്റ് 2K20 ഇവിടെ അണിയിച്ചിരിക്കുവാൻ സഹായിച്ച പ്രോത്സാഹനം നൽകിയ ബഹുമാനപ്പെട്ട സക്രിയച്ചനും ടീച്ചേഴ്സിനും വൃത്തച്ചുവടുകളും ഗാനാലമത്താലും ഞങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കിയ എൻ്റെ എല്ലാ കൂട്ടർക്കും നന്ദി. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ.